പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് പുക്കാട്ടുപടിക്ക് അടുത്തൊരു ഗേറ്റഡ് വില്ലയുടെ അകത്താണ്. 8ഓളം വീടുകളാണ് ഇവിടെ പണി പൂർത്തിയായിട്ടുള്ളത്. 3 BHK 4 BHK എല്ലാം അവൈലബിൾ ആണ്. ഇതിലേക്ക് വരുന്ന വഴികളെല്ലാം BNBC നിലവാരത്തിലുള്ളതാണ്. മാത്രമല്ല മെയിൻ റോഡ് 300 മീറ്റർ മാറിയിട്ടാണ്. എറണാകുളം പെരുമ്പാവൂർ ബസ് റൂട്ടും കൂടിയാണ്. അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു വില്ലയുടെ കാഴ്ചയിലേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. 4 സെന്റ് ഭൂമിയിൽ 1600 സ്ക്വയർ ഫീറ്റിന്റെ 3 BHK ആണ് നമ്മളിന്ന് കാണാൻ വന്നുള്ളത്. ഈ കാണുന്നതാണ് അതിന്റെ എലിവേഷൻ. ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുറ്റത്തായിട്ട് നല്ല കിണർ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല KW വാട്ടർ കണക്ഷൻ നമുക്ക് എടുക്കാവുന്ന രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും മുഖാമുഖമായിട്ടാണ് വില്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്കോട്ടാണ്, മുഖം വരുന്നത് കിഴക്കോട്ടുമാണ്. വലിയൊരു പോർച്ച് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. വലിയൊരു വാഹനം കിടക്കുന്ന രീതിയിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. കടപ്പ കല്ല് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്, വാട്ടർ പോയിന്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ടും വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡാണ്. നോർത്ത് സൈഡ് ധാരാളം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. സിറ്റൗട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിൽ തന്നെയാണ്. പടി വരുന്നത് കിഴക്കോട്ടാണ്. നേരെ നമ്മൾ അകത്തേക്ക് കയറുവാണ്. 2 പീസ് ഡോറാണ് വന്നുള്ളത്. നല്ല മരത്തിൽ തീർത്ത 2 പീസ് ഡോർ വരുന്നുണ്ട്. എൻട്രൻസിന് മേലെയായിട്ട് ഭംഗിയുള്ള ഒരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് അകത്തേക്ക് വരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ലിവിങ് സ്പേസിലാണ്. നല്ലൊരു ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ വിൻഡോസ് ഒക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. മേലെയായിട്ട് ഭംഗിയായിട്ടാണ് ഇതിന്റെ സീലിംഗ് വർക്ക് കൊടുത്തുള്ളത്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. നല്ലൊരു ഫാൻ വരുന്നുണ്ട്. BLDC ഫാൻ ആണ്. ലൂക്കർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഫാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മുന്നിലായിട്ട് നല്ലൊരു ടി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മൾട്ടിവുഡിന്റെ സെപ്പറേഷൻ വരുന്നുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ 3 ഫേസ് ലൈനാണ് ഫുള്ള് വന്നുള്ളത്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. നേരെ ഡൈനിങ്ങിലേക്ക് വരാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കിഴക്ക് വശവും ഇത് വടക്ക് വശമാണ്. വടക്ക് കിഴക്ക് ഭാഗമായിട്ട് വരും. നല്ലൊരു ഡൈനിങ് ഏരിയ കിട്ടിയിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. നല്ല ഫാൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ജനലിൻ്റെ ഡിസൈൻ എല്ലാം മാറ്റം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ മാത്രമാണ് ട്രഡീഷണൽ ആയിട്ടുള്ള പഴയ ജനൽ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലൊക്കെ ഡിസൈനഡ് ആയിട്ടുള്ള ജനൽ തന്നെയാണ് വന്നുള്ളത്. അപ്പോൾ നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ കാണുന്ന ഓപ്പൺ കിച്ചനാണ്. അതിൻ്റെ സെപ്പറേഷൻ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കോക്കൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഒരു കൗണ്ടർ വരുന്നുണ്ട്. ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. നേരെ നമുക്ക് വാഷ് ഏരിയയിലേക്ക് വരാം. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഒന്ന് മാറിയാണ് ചെയ്തിട്ടുള്ളത്. കൗണ്ടർ വാഷ് ബേസിനാണ് ഗ്രാനൈറ്റിന് മേലെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. സിറയുടെ ഫിറ്റിംഗ്സ് ആണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് ടവൽ റാൻഡ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഇനി ഇവിടെ ഒരു മിററിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നല്ലൊരു വാഷ് കൗണ്ടർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിലേക്ക് വരാം. കിച്ചന്റെ സ്ഥാനം വരുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. നോർത്തിലേക്ക്, അതായത് വടക്കോട്ട് നമുക്ക് പാചകം ചെയ്യാവുന്ന രീതിയിൽ ഫുഡും ഹോപ്പും അറേഞ്ച് ചെയ്യാം. ഒരു L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതൊക്കെ മാറ്റ് PVC ലാമിനേഷനാണ്. പ്രൊഫൈൽ ഹാൻഡിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാനൈറ്റിൻ്റെ കളർ പാറ്റേണും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ടൈലൊട്ടിച്ച് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാം പവർ പോയിന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മേലെയും ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കളർ ഡിഫറൻസ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ഒരു വുഡിൻ്റെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് തീമും കൊടുത്തിട്ടുണ്ട്. മേലെ ഭംഗിയുള്ളൊരു ഫാൻ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വലിയൊരു ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വെസ്റ്റിലേക്ക് തുറക്കാവുന്ന രീതിയിലാണ് ഡോറ് കൊടുത്തിട്ടുള്ളത്. അവിടെയും സ്പേസ് ഉണ്ട്. നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഇത് വെസ്റ്റ് സൈഡാണ്, ഇത് സൗത്ത് സൈഡാണ്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരും. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 12 അടിയോളം നീളം വരുന്നുണ്ട്. 12 അടിയോളം വീതിയും വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. BLDC ഫാൻ കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ളൊരു കബോർഡും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസിൻ സിറയുടെ വരുന്നുണ്ട്. ഇവിടെയായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇനി ഒരു മിററിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇവിടെയായിട്ടാണ് ഡൈവേർട്ടർ വന്നുള്ളത്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് എന്ന കമ്പനിയുടെ ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. നല്ലൊരു സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. ഹീറ്റിന്റെ പോയിന്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എക്സോസ്റ്റ് വരുന്നുണ്ട്. മാത്രമല്ല ടവൽ റാൻഡും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരേ പാറ്റേണിലുള്ള ടൈൽ പാറ്റേൺ ആണ് ഫുള്ള് ഫോളോ ചെയ്തിട്ടുള്ളത്. നല്ല ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നതിൻ്റെ അടിയിലായിട്ടാണ് ഇൻവെർട്ടറും മറ്റും കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. താഴെ നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഭാഗം തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടറും മറ്റുമൊക്കെ നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റും. ഇനി നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്, സ്റ്റീലിൻ്റെ ഹാൻഡിലാണ്.
ഇത് സൗത്ത് സൈഡിലുള്ള വിൻഡോസ് ആണ്, ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. CNC കട്ടിങ് വരുന്നുണ്ട്. ഇവിടെ ഒരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയും ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് കയറി പോകുന്നത്. ഞാനിപ്പോൾ അപ്പർ ലിവിങ് സ്പേസിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്കൊരു TV യൂണിറ്റ് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിനുള്ള പവർ പോയിന്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഫ്രണ്ടിൽ കണ്ടിരിക്കുന്ന അതേ ഡിസൈനിലുള്ള ജനൽ പാറ്റേൺ വന്നിട്ടുണ്ട്. ഇത് സൗത്ത് സൈഡാണ്. അവിടെ 3 പാളി ജനലാണ് വന്നുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് പോവാം. ഇങ്ങനെ മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ്. ഏകദേശം ഒരു 12.5 അടി നീളവും 12 അടി വീതിയും വന്നിട്ടുണ്ട്. ഇത് വെസ്റ്റ്, ഇത് സൗത്ത്. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. ഫാൻ കൊടുത്തിട്ടുണ്ട്. നല്ല കബോർഡ് കൊടുത്തിട്ടുണ്ട്. മിററും ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കിട്ടിയിട്ടുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് വരുന്നുണ്ട്. ഇനി മിറർ വെക്കാനുണ്ട്. ഇവിടെ 2 ടാപ്പ് വരുന്നുണ്ട്. സെറയുടെ തന്നെയാണ്. ഷവർ കോക്ക്, റെയിൻ ഷവർ, സിംഗിൾ പീസ് ക്ലോസറ്റ്, ഹീറ്ററിൻ്റെ പോയിന്റ്, എക്സോസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരേ പാറ്റേണിലുള്ള മാറ്റ് ടൈല്, ഫൈബർ ഡോർ തന്നെയാണ് അവിടെയും വന്നുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. അപ്പർ ലിവിംഗ് സ്പേസിൽ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ നീളം 12 അടി നീളം വന്നിട്ടുണ്ട്. 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്, നോർത്ത് വെസ്റ്റ് കോർണർ. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. ഫാൻ വരുന്നുണ്ട്. ഇതിന് കബോർഡ് കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കബോർഡ് കൊടുക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അലമാരയോ മറ്റും പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ആയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. ഇനി ഇവിടെയായിട്ടാണ് ഇതിൻ്റെ ബാത്റൂം വന്നുള്ളത്. ഷവർ കോക്ക്, 2 ടാപ്പ്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ലൈറ്റും വരുന്നുണ്ട്. ഒരു മിററിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. താഴെ മാറ്റ് ടൈല്, ഭിത്തി മാറ്റ് തന്നെയാണ്. അപ്പോൾ ടവൽ റാഡും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ബാത്റൂമിലും ഹീറ്റിന്റെ പോയിന്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് പോകുന്ന എൻട്രൻസ് കാണാം. അതായത് അപ്പർ ലിവിംഗിന് കയറി വരുന്ന ഭാഗത്തായിട്ടാണ്. ഇവിടെ ആയിട്ട് ഒരു വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതായത് വാട്ടർ ലൈൻ, വേസ്റ്റ് ലൈൻ, പവർ ലൈൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ വെക്കാം. വാഷിംഗ് മെഷീൻ വെച്ചിട്ട് അലക്കിയിട്ട് മേലെ വിരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇതാണ് ഓപ്പൺ ടെറസിലേക്ക് പോകുന്ന എൻട്രൻസ്. ലാഡർ സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെയർ ഒരുക്കിയിട്ടുണ്ട്. വിശാലമായിട്ടുള്ള ഓപ്പൺ ടെറസ് ഏരിയ. അത് ഡ്രസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. നമ്മളിപ്പോൾ ബാൽക്കണിയിലാണെന്നുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ്. ഫ്രണ്ടിൽ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈൻ തന്നെ ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. നല്ലൊരു ഗേറ്റഡ് വില്ലയുടെ അകത്ത് ഭംഗിയുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 4 സെൻറ്റ് ഭൂമി, 1600 സ്ക്വയർ ഫീറ്റ്, 3 BHK ആണ്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ നല്ല കിണർ വെള്ളം കിട്ടുന്ന ഏരിയ. മാത്രമല്ല KW വാട്ടർ കണക്ഷൻ അവൈലബിലിറ്റി. മാത്രമല്ല ഇതിലേക്ക് വരുന്ന വഴികളെല്ലാം BNBC നിലവാരത്തിലുള്ള റോഡ്. അങ്ങനെ നോക്കുമ്പോൾ ഭംഗിയുള്ളൊരു വില്ല പ്രോജക്റ്റാണ്. ഇതിന് ചോദിക്കുന്ന വില 62 ലക്ഷം രൂപ മാത്രമാണ്. ചോദിക്കുന്ന വിലയാണ്. വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോൻ്റെ ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ തന്നെ 4 BHK അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന വീടുകൾ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.